ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വായുമണ്ഡലം എന്ന് പറയുന്ന ഭാഗമാണ്. എക്സാമിന് സ്ഥിര സാന്നിധ്യമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. നമുക്ക് സ്ഥിരമായി ചോദിക്കാറുണ്ട്, എന്താ പറയുക, വിച്ച് ലെയർ ഓഫ് എയർ പ്രൊട്ടക്ട് ലൈക്ക് എ ബ്ലാങ്കറ്റ്, എന്താ പറയുക, ഏത് വായുവിൽ ഏത് മണ്ഡലമാണ് അല്ലെങ്കിൽ ഏത് പാളിയാണ് നമ്മുടെ ഭൂമിയെ ഒരു പുതപ്പ് പോലെ സംരക്ഷിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അന്തരീക്ഷമാണ്, അതല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഈസ് എ ലെയർ ഓഫ് എയർ വിച്ച് പ്രൊട്ടക്ട് എർത്ത് ലൈക്ക് എ ബ്ലാങ്കറ്റ്. നമ്മുടെ ഭൂമിയെ ഒരു പുതപ്പ് പോലെ സംരക്ഷിക്കുന്ന പാളി എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആണ് അല്ലെങ്കിൽ അന്തരീക്ഷമാണെന്ന് പറയാൻ പറ്റും. ഇനി അന്തരീക്ഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്? നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങൾ കൂടാതെ എന്തൊക്കെയുണ്ട് മക്കളെ? കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഓക്സിജൻ ഉണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ പോലെയുള്ള ഗ്യാസസ് ഉണ്ട്. കൂടാതെ എന്തുണ്ട് അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പേഴ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭാഗമാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആർക്ക് യൂസ്ഫുൾ ആണ്? മനുഷ്യർക്ക് യൂസ്ഫുൾ ആണ്. ഇനി നിങ്ങൾക്ക് ചോദ്യം വരാം, അന്തരീക്ഷം ഏതൊക്കെ രീതിയിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വായുമണ്ഡലം ഏതൊക്കെ രീതിയിലാണ്, അറ്റ്മോസ്ഫിയർ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഭൂമിക്ക് ഉപകാരപ്പെടുന്നത് എന്ന രീതിയിലൊരു ചോദ്യം വരാം. മനുഷ്യർക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും എങ്ങനെയൊക്കെയാണത് യൂസ്ഫുൾ ആവുന്നത് എന്നൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓക്സിജൻ കാണാൻ പറ്റും. നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് പ്രാണവായു കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഓക്സിജൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നുണ്ട്. പിന്നെയോ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഗുഡ് ഫോർ പ്ലാനറ്റ് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്. പിന്നെയോ ക്ലൈമറ്റിക് ഫിനോമിന ലൈക്ക് റെയിൻ, സ്നോ അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രതിഭാസങ്ങളായിട്ടുള്ള മഞ്ഞ്, മഴ തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് എന്ത് കാരണമാവുന്നുണ്ട്? അന്തരീക്ഷം കാരണമാവുന്നുണ്ട്. പിന്നെയോ ഹാനികരമായ അൾട്രാവയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നുള്ള സംരക്ഷണം, അൾട്രാവയലറ്റ് അതുപോലെ തന്നെ ഗാമ പോലുള്ള റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അറ്റ്മോസ്ഫിയർ നമ്മുടെ ഹ്യൂമൻ ബീങ്സിനാണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്സിനാണെങ്കിലും നമ്മുടെ പ്ലാനറ്റ്സിനാണെങ്കിലും എല്ലാ ജീവജാലങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലൈമറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസൈഡ് ചെയ്യുന്നതിൽ അറ്റ്മോസ്ഫിയറിന് വലിയ റോളുണ്ട്. കൂടാതെയോ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യർക്ക് എന്ത് വേണം? പ്രാണവായു വേണം, അല്ലെങ്കിൽ ഓക്സിജൻ വേണമെങ്കിലും ആര് വേണം? അറ്റ്മോസ്ഫിയർ വേണം. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് മനുഷ്യർക്ക് അന്തരീക്ഷം ഉപകാരപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും സസ്യജാലങ്ങൾക്കൊക്കെ ഏത് രീതിയിലാണ് ഉപകാരപ്പെടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾക്ക് ഈ പോയിന്റ്സ് എന്ത് ചെയ്യാം? അവിടെ ആൻസർ ആയിട്ട് ചെയ്തു വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എർത്തിനെ ഒരു ബ്ലാങ്കറ്റ് പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അന്തരീക്ഷത്തെ ഒരു പുതപ്പ് പോലെ സംരക്ഷിക്കുന്നത് ഏത് പാളിയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അന്തരീക്ഷമാണ്. നമ്മുടെ ഭൂമിയെ ഒരു പുതപ്പ് പോലെ സംരക്ഷിക്കുന്ന പാളി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ അന്തരീക്ഷമാണെന്നും എന്ത് ചെയ്യാം? മക്കൾക്ക് ആൻസർ ചെയ്യാം. ഒരു 5 മാർക്കിന് വരെ ചോദ്യങ്ങൾ വരാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്, ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ 2 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ 2 പോയിന്റ്സും ക്ലിയർ ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക, സെറ്റാക്കി വെക്കുക. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക് യു ഓൾ, ബൈ.